ഹരേ കൃഷ്ണ. ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. നമ്മളുടെ നാരായണീയ പഠനത്തിൻ്റെ ദശകം 3 ഭക്തിപ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നോക്കാം. ഭവദ്ഭക്തിസ്പീതാ ഭവതു മമ സൈവ പ്രശമയേദശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണികാ ന ചേദ്വ്യാസ്യുക്തിസ്തവ ച വചനം നൈഗമവചോ ഭവേന്മിഥ്യാ രഥ്യാ പുരുഷവചനപ്രായമഖിലം. ഇനി 5-ാമത്തെ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം. ഭവദ്ഭക്തി സ്പീത ഭവതു മമ സാ പ്ലസ് ഏവ പ്രശമയേത് പ്ലസ് അശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണികാ ന ചേത് പ്ലസ് വ്യാസസ്യ പ്ലസ് ഉക്തിഃ തവ ച വചനം നൈകമവചഃ ഭവേത് പ്ലസ് മിഥ്യാ രഥ്യാ പുരുഷ വചനപ്രായം പ്ലസ് അഖിലം. സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി പദച്ഛേദം നോക്കാം. ഭവദ്ഭക്തി ഭവത് ഭക്തി അശേഷക്ലേശൗഖം അശേഷ ക്ലേശ ഓഖം സന്ദേഹകണിക സന്ദേഹകണിക നൈഗമവചഃ നൈഗമവചഃ രഥ്യാ പുരുഷ വചനപ്രായം രഥ്യാ പുരുഷ വചനപ്രായം. പദച്ഛേദവും കഴിഞ്ഞു. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. മമ ഭവത് ഭക്തി സ്ഫീതാ ഭവതു. എനിക്ക് നിന്തിരുവടിയിലുള്ള ഭക്തി വർദ്ധിച്ചു വരേണമേ. നമ്മൾ നേരത്തെയുള്ള ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, നാരദനും അല്ലെങ്കിൽ ശുഗമഹർഷിമാരുമൊക്കെ അവിടുത്തെ പാതാരവിന്ദങ്ങളെ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്മരിച്ച് ആരോഗ്യമുള്ളവരായിട്ട് അഖണ്ഡ സച്ചിദാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് സൂര്യസഞ്ചാരം ചെയ്യുന്നു. അതായത് അവരുടെ ഭക്തി കാരണം അവർ ആരോഗ്യമുള്ളവരായിട്ട് സൂര്യസഞ്ചാരം ചെയ്യുന്നു എന്ന്. അപ്പം ഇവിടെയും ഭട്ടതിരിപ്പാട് ആവശ്യപ്പെടുന്ന അതാണ്, എനിക്കും അതുപോലെ നാരദാദി മഹർഷിമാരെ പോലെ ഭക്തി ഉണ്ടാകണേ എന്നാണ് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നമുക്കൊന്നുകൂടെ വ്യക്തമാകുവാണ്, ഭക്തി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ കൃപയുണ്ടാകണം. ഭഗവാന്റെ കൃപയുണ്ടെങ്കിലേ ഭക്തി ഉണ്ടാകുള്ളൂ. അപ്പോൾ ആ കൃപ ഉണ്ടാകണേ എന്നാണ് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. സ ഏവ അശേഷ ക്ലേശൗഖം പ്രശമേത്. അത് തന്നെ എല്ലാ സങ്കടങ്ങളെയും തീർത്തു തന്നുകൊള്ളും. ഏത്? ഭക്തി ഉണ്ടെങ്കിൽ അതെല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ തീർത്തു തരും എന്ന വിഷയത്തിൽ ഹൃദി സന്ദേഹകണിക ന ഖലു ന ചേത്. അതായത് അതിൽ യാതൊരു സന്ദേഹവും സംശയവും ഇല്ല. ഭക്തിയുണ്ടെങ്കിൽ എല്ലാ സങ്കടങ്ങളും മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന ചേത് വ്യാസ്യസ്യ ഉക്തി. ഇല്ലെങ്കിൽ വ്യാസന്റെ വാക്കും, അതായത് വ്യാസ്യസ്യ ഉക്തി തപ വചനം നൈഗമവചഃ ച അഖിലം. ഇല്ലെങ്കിൽ വ്യാസന്റെ വാക്കും അവിടുത്തെ വാക്കും വേദങ്ങളിലെ വാക്കും ഒക്കെ രഥ്യാ പുരുഷവചന പ്രായം മിഥ്യാ ഭവേ. അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുടെ വാക്കുപോലെ അസത്യമാണെന്ന് വരും. അതായത് ഒരു യാതൊരു ബോധവുമില്ലാതെ പറയുന്ന ആൾക്കാരുടെ വാക്കുപോലെ അസത്യമാണെന്ന് വരും എന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അതായത് ഭക്തി
ഉണ്ടെങ്കിൽ, ഭക്തി ഉണ്ടെങ്കിൽ സകല ദുരിതങ്ങൾക്കും കഷ്ടതകളും ഒക്കെ മാറി ആരോഗ്യവും സുഖവും മനസ്സുഖവും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് മുന്നേ ഉള്ള നാരദാദികളുടെ വിഷയം പറയുന്നതിലും ഈ ശ്ലോകത്തിലും ഒന്നും കൂടി ഊട്ടിയുറപ്പിച്ച് പറയുകയാണ് ഭട്ടതിരിപ്പാട്. ഹരേ കൃഷ്ണ.